മനു ബബിതയെ ബാലചന്ദ്രന്റെ വീട്ടിൽ വെച്ച് കയറി പിടിച്ച് നശിപ്പിച്ച് ഗർഭിണിയാക്കി. ബാലചന്ദ്രനെ കാണാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്ന മനുവിന് അവിടെ ബബിതയെ മാത്രമേ ഉള്ളായിരുന്നു. മറ്റാരും ആ വീട്ടിലുണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ള വികാരത്തിൽ മനു അവിടെ വെച്ച് ബബിതയെ കയറി പിടിക്കുകയും ബബിതയെ കയറി കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ബബിതയെ നശിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബബിതയെ ഗർഭിണിയാക്കുകയും ചെയ്യുന്നു. ബാലചന്ദ്രനെ കാണാൻ വീട്ടിലെത്തുന്ന മനുവിൽ നിന്ന് ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ബബിത. അപ്രതീക്ഷിതമായിരുന്നു ബബിതയെ കയറി പിടിക്കുന്നതും ബബിതയെ മനു നശിപ്പിക്കുന്നതും. ബബിത തനിച്ചായിരുന്നപ്പോഴായിരുന്നു മനു അവിടേക്ക് കയറി വരുന്നതും. പെട്ടെന്നുള്ള വിചാരത്തിൽ മനു അത് ചെയ്തു പോകുന്നതായിരുന്നു. ബാലചന്ദ്രനെ കാണാൻ വന്നതാണെന്ന് ബബിതയോട് പറയുന്നു. അപ്പോൾ ബബിത വെള്ളമെടുക്കാമെന്ന് പറയുന്നു. മനുവേട്ടൻ വീട്ടിൽ കയറിയിരിക്കാനും പറയുന്നു. പെട്ടെന്ന് ബബിത വെള്ളം കൊണ്ടുവരുമ്പോൾ ബബിതയുടെ കയ്യിൽ കയറി പിടിക്കുകയും ബബിതയെ വലിച്ചിഴിക്കുകയും ചെയ്യുകയാണ്. അതോടുകൂടി മനുവിന്റെ മൂടി വെച്ച മറ്റൊരു മുഖം കൂടി വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ബബിതയ്ക്ക് ഇത് സംഭവിക്കുകയാണ്. സംഭവിച്ച കാര്യം അതേപടി തന്നെ ബബിത അലീനെ അറിയിക്കുന്നു. അലീനയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് മനുവേട്ടൻ തന്നെയാണോ ചെയ്തതെന്ന്.